ഒഫീഷ്യലി ഈ ഒരു ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ് ജിസേട്ട. ഹായ്, ഗുഡ് ഈവനിങ്. സർവ്വതിൻ്റെയും തലവനായ ദൈവത്തിന് നന്ദി. ഇതാണ് ഈ സിനിമയുടെ ആദ്യത്തെ ടൈറ്റിൽ കാർഡ്. ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നതും ഇതേ വാചകം തന്നെയാണ്. കാരണം ഒരുപാട് ദൈവാനുഗ്രഹം ഈ സിനിമയുടെ പൂജ ഏപ്രിൽ 17 ആയിരുന്നു. 2023 ഏപ്രിൽ 17 കണ്ണൂർ ആണ്ടല്ലൂർ കാവിൽ വെച്ചിട്ടായിരുന്നു പൂജ. അന്ന് മുതൽ തുടർച്ചയായി 65 ദിവസത്തെ ഷൂട്ടിങ് കണ്ണവം എന്ന് പറയുന്ന സ്ഥലത്തൊരു ഡിപ്പോയിൽ പാക്കപ്പ് പറയുന്നത് വരെ ഞങ്ങൾ അനുഭവിച്ച ഒരു ദൈവാനുഗ്രഹമുണ്ട്. കാരണം ചൂടുകാലം മാറി മഴക്കാലം വരുന്നു, ചുറ്റുവട്ടത്തുള്ള ദേശങ്ങളിലൊക്കെ മഴ പെയ്യുന്നു. നമ്മുടെ സെറ്റിൽ മാത്രം യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ബിജുവേട്ടൻ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കൂടോത്രമാണ് ചെയ്തത്? ഇങ്ങനെ നമുക്ക് മാത്രം മഴയില്ല, തടസ്സങ്ങളില്ല, ഭംഗിയായിട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കൂടോത്രമല്ല, പ്രാർത്ഥനയാണ്. ഞാനും അരുൺ നാരായണനും അക്കാര്യത്തിൽ ഒട്ടും കുറവുള്ള ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നിത് പറഞ്ഞു തുടങ്ങുന്നത്. മറ്റെന്തും പറയുന്നതിന് മുൻപ് വല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഈ പ്രപഞ്ചത്തോടും ദൈവത്തോടും എല്ലാവരോടും ഉണ്ട്. പിന്നെ എന്താ പറയുക, സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളിങ്ങനെ നിറഞ്ഞ് 1 മണിക്കൂർ മുമ്പ് എല്ലാവരും എത്തി. ഒരുപാട് സന്തോഷം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എക്സിബിറ്റേഴ്സ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ, റൈറ്റേഴ്സ് അസോസിയേഷൻ, ഡയറക്ടേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ആക്ടേഴ്സ്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഫാമിലി, എന്താ പറയുക, കോവർക്കേഴ്സ്, എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ കല്യാണം കഴിയുമ്പോൾ എന്താണ് വിശേഷമായോ കുഞ്ഞപ്പാവും എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഈ കഴിഞ്ഞ 9 മാസമായിട്ട് എവിടെ പോകുമ്പോഴും റീഡു ഉൾപ്പെടെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് അവറായോ, എന്താണ്, എപ്പോഴാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡയറക്ടേഴ്സിന് ഒരു സംഭവമുണ്ട്. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ആവുന്ന ആൾക്കാർ അടുത്ത സിനിമ എപ്പോഴാ എന്ന് ചോദിക്കും. സിനിമ തുടങ്ങുമ്പോൾ ചോദിക്കും എത്ര ദിവസം കൂടെ ബാക്കിയുണ്ടെന്ന് ചോദിക്കും. ഷൂട്ടിംഗ് കഴിയുമ്പോൾ എന്നാ റിലീസ് എന്ന് ചോദിക്കും. ഞാനിങ്ങനെ അവധി പറഞ്ഞ് മടുത്തു. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അരുൺ നാരായണനും സിജോയും എനിക്ക് ഒരു പ്രഷറും തരാതെ എപ്പോഴാണോ ജിസിൻ്റെ വർക്ക് കംപ്ലീറ്റ് തീരുന്നത് അപ്പം ഇറക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു ധൈര്യം ഈ രണ്ടുപേരും തന്നു. ആ ധൈര്യത്തിന് എനിക്ക് വേണ്ടി നിങ്ങൾ വലിയൊരു കയ്യടി കൊടുക്കണം. താങ്ക് യു. പിന്നെ ഏത് ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോഴും എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ആസിഫ് അലി, ഇതിലും ആസിഫ് അലി ഉണ്ടല്ലേ എന്നുള്ളത്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചോദിച്ച് അവരെനിക്ക് ഡേറ്റ് തരാറാണ്. അളിയ ആൾക്കാരങ്ങനെ പലതും ചോദിക്കും, നമ്മളിങ്ങനെ സിനിമ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ പറയുക, കൂടുതൽ സിനിമകൾ ആസിഫായിട്ട് ചെയ്യണം, ഇനിയും ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടിയ ഒരു കൂട്ടുകെട്ടാണ് ബിജു മേനോൻ എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി സംയുക്ത വർമ്മയെ വെച്ചുകൊണ്ട് കുറേ പരസ്യങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബിജുവേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒന്നും പറയാനില്ല, ഒരു വീഗാലാൻഡിൽ റൈഡ് പോയ പോലത്തെ ഒരു ഫീലായിരുന്നു 65 ദിവസങ്ങൾ ബിജു മേനോനും ആസിഫ് ഒന്നിക്കുന്ന ഒരു സെറ്റ്. ആ സെറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടും ഷൂട്ടിന് മുൻപും പിൻപും ഒക്കെയുള്ള എപ്പിസോഡ്സ്, ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള എപ്പിസോഡ്സാണ്. ബിജുവേട്ടൻ കുറച്ചു നേരം മുമ്പ് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. മുരുകദോസിന്റെ സിനിമ ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. പക്ഷെ വെള്ളിയാഴ്ച മുതൽ ഞങ്ങളുടെ കൂടെ അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവകൃപ കൊണ്ട് ഇപ്പോൾ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. 24 മെയ് 2024 നമ്മൾ പടം റിലീസ് ചെയ്യുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഇന്ന് ഈ തിയേറ്ററിൽ നിറഞ്ഞിരിക്കുന്ന പോലെ കേരളം മുഴുവനുള്ള തിയേറ്ററുകളിൽ പ്രേക്ഷകർ നിറയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള എല്ലാ ക്രൂവും അത്രയേറെ എഫോർട്ട് എടുത്തിട്ടുണ്ട്, അത്രയേറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ എത്തിച്ചേർന്നവരും ചേരാത്തവരുമായിട്ടുള്ള എല്ലാവരും. അപ്പോൾ എന്തായാലും എല്ലാവരെയും, എത്തിച്ചേർന്നവരെയും ചേരാത്തവരെയും എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എല്ലാവരോടും എന്താ പറയണ്ടേ ഒരു ഐഡിയ ഇല്ല. അടിപൊളി പടമാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രെയിലർ കാണുക, എൻജോയ് ചെയ്യുക. താങ്ക് യു. വേറെ ഞാൻ എന്താ പറയണ്ടത്? എന്നാലും ആസിഫ് കട പടം അറിയാലോ, നമ്മളെപ്പോഴും ഫുൾ ടൈം ഉണ്ട് കൂടെ. അപ്പോൾ ഇതിലും ജിസേൻ ഡയറക്റ്റ് ചെയ്ത പട പരിപാടിയാണ്. അപ്പോൾ ട്രെയിലർ കാണാനുള്ള ആകാംക്ഷ എനിക്കുണ്ട്. പ്രത്യേകിച്ച് തിയേറ്ററിൽ ഫസ്റ്റ് ലോഞ്ച് ആകുമ്പോൾ ആദ്യത്തെ പരിപാടിയാണല്ലോ ഒരു പടത്തിൻ്റെ ലോഞ്ചിങ്ങിന്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു അർജുൻ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഈ പടത്തിൽ ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ വളരെ ഫാമിലി പോലത്തെ ആൾക്കാരുടെ സിനിമയാണിത്. എസ്പെഷ്യലി മച്ചാൻ, ജിസേട്ടൻ, പിന്നെ അരുൺ ചേട്ടൻ, നമ്മുടെ എല്ലാവരും നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ബിജുചേട്ടൻ, അപ്പോൾ പിന്നെ ഞങ്ങളും ഒരു ഫാമിലി, അത് വിജയ് സൂപ്പറൊക്കെ കഴിഞ്ഞിട്ടാണ്.
അപ്പോൾ എനിവേസ് ഓൾ ദ വെരി ബെസ്റ്റ്. പടത്തിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു. കലക്കനാവട്ടെ, അടിപൊളിയാവട്ടെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തലവൻ്റെ ട്രെയിലർ ലോഞ്ചിന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ദിസ് ഇസ് സച്ച് എ ഷോക്ക്. സോ അതാണ് എനിക്ക് സംസാരിക്കുന്ന ഒരു ഇത്തിരി ഇത്. പക്ഷേ ഈ സിനിമയെ കുറിച്ച് ഐ എം വെരി ത്രിൽ, ഐ എം വെരി എക്സൈറ്റഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ജിസേട്ടൻ എപ്പോഴും നല്ല ഫീൽ ഗുഡ് മൂവീസിൻ്റെ ആളാണ്. എപ്പോഴും വളരെ നന്മ മാത്രം പറഞ്ഞു പോയിരിക്കുന്ന കുറേ കഥകൾ നമുക്ക് സമ്മാനിച്ചേക്കുന്ന ഒരു ഡയറക്ടറാണ്. പക്ഷേ ജിസേട്ടൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റോറി, അതിൽ ടീച്ചറിൽ കാണുന്ന പോലത്തെ ഒരു ടെൻഷൻ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട് തലവൻ്റെ കഥ അറിയാനായിട്ടും സിനിമ കാണാനായിട്ടും. സോ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹോൾ ഫാമിലിയുടെ പേരിൽ, ബിക്കോസ് വി ആർ എ ഫാമിലി, സോ ഒരു നന്ദി പറയുന്നു. ആൻഡ് എല്ലാവരോടും തലവൻ പോയി കണ്ട് ഇത് നമുക്കൊരു അടുത്ത ഹിറ്റ് പടമാക്കി മാറ്റാമെന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എലീന. താങ്ക് യു ബാലു. രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കാനായിരിക്കും. അതെനിക്ക് ഒരുപാട് പ്രായമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒരുപാട് സന്തോഷം. ജിസ്മോൻ്റെ പടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. കുറേ കാലം വെയിറ്റ് ചെയ്തു, ഇപ്പോൾ വിളിക്കുമെന്ന്. അങ്ങനെ വിളിച്ചു. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്, അതുകൊണ്ട് ആ സസ്പെൻസ് ഞാൻ പൊളിക്കുന്നു. ഞാനാണ് തലവൻ. താങ്ക് യു. ജിസൻ്റെ ഒരുപാട് പഴയ സുഹൃത്താണ്, അതായത് ടെലിവിഷൻ കാലം മുതലേ. പിന്നീടാണ് ജിസ്മോൻ സിനിമയിലേക്ക് എത്തിയത്. ഞാനും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ലെങ്തി റോളാണ്. ബേച്ചേട്ടൻ സ്റ്റേഷനിലിരിക്കുമ്പം സർ ചായ എന്ന് പറഞ്ഞ് ചായ കൊണ്ട് കൊടുക്കുന്നത് ഞാനാണ്. അപ്പം ഞാനാണ് തലവൻ. എന്നാ വർത്താനം അത്. ജിസനും മുഴുവൻ ടീമിനും എല്ലാവിധ ആശംസകളും. സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. അപർണ ബാലമുരളിയെ. അപർണ പ്ലീസ്. ആരാ തലവൻ എന്ന് പറയാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപർണയാണ് അതിൻ്റെ സസ്പെൻസ് പൊളിക്കണേ എന്ന്. ഈ സിനിമയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ സിനിമയായിട്ട് എനിക്ക് ആകെ കൂടെയുള്ള ബന്ധം ജിസേട്ടനും ആസിഫ്ക്കയാണ്. അത് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ എൻ്റെ ലൈഫിലൊരു ആത്മേട്ട ഹലോ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് സൺഡേ ഹോളിഡേനെ പറ്റിയിട്ടാണ്. എൻ്റെ ലൈഫിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് സൺഡേ ഹോളിഡേ. ഇന്നും എല്ലാവരും വന്ന് പറയുന്നത്. പേഴ്സണലിയും പ്രൊഫഷണലിയും എനിക്ക് സൺഡേ ഹോളിഡേ കൊണ്ട് ഭയങ്കര നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആസിഫ്ക്കയും ജിസേട്ടനും ഒരു ഫാമിലി ആയി മാറിയ ഒരു സിനിമയാണ് എനിക്ക് സൺഡേ ഹോളിഡേ. അതുകൊണ്ട് തന്നെ ഇന്ന് തലവൻ്റെ ട്രെയിലർ ലോഞ്ചിന് വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ജിസേട്ട ഫോർ ഇൻവൈറ്റിംഗ്. കാരണം ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മൂമെൻറ്റ്. ഇങ്ങനത്തെ ഓരോ ചെറിയ ഇവൻറ്റുകളും വളരെ മെമ്മറബിളാണ് എനിക്ക്. മാത്രമല്ല നേരത്തെ പറഞ്ഞ മാതിരി ഈ കോമ്പിനേഷൻസ് ആസിഫ്ക്ക ജിസേട്ടൻ, ആസിഫ്ക്ക ബിജേട്ടൻ, ഇങ്ങനത്തെ കോമ്പിനേഷൻസ് നമ്മൾ ഒരുപാട് കണ്ട് ആസ്വദിച്ച് കുറേ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഐ എം ഷുവർ അതുകൊണ്ട് തന്നെ തലവൻ അതിനെക്കാട്ടിലും ഒക്കെ മേളിലൊരു വലിയ ഹിറ്റാവും എന്ന് ഉറപ്പാണ്. ഓൾ ദി വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം. ഇതൊരു വലിയ 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 ഹിറ്റായി മാറട്ടെ. താങ്ക് യു. അപർണ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപർണയാണ്. അതൊരുപാട് സന്തോഷമുണ്ട്. ഒഫീഷ്യലി ഒരു മിനിറ്റ് തെറ്റിപ്പോയി. ഒഫീഷ്യലി ട്രെയിലർ ലോഞ്ച് ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിൽ ആരാണ് തലവൻ എന്നുള്ള സംശയം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആസിഫ് ഇതിന് മുന്നേ ചെയ്ത ക്യാരക്ടേഴ്സുമായിട്ട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ ഒരു ലുക്കൊക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് എല്ലാവരും ഇവിടെ എത്താൻ കാണിച്ച മനസ്സിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഈ ട്രെയിലറും പാട്ടും ടീസറും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയതുപോലെ ഇതൊരു ജിസ്ജോയ് ചിത്രമല്ല എന്ന് എഴുതി കാണിച്ച് ഈ സിനിമ തുടങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴപ്പാടും എന്ന് എഴുതി തുടങ്ങിയ ആളാണ് തലവന എന്നിപ്പോ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജിസ് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു ചോയ്സ് ആണ്. ഞാൻ ജിസിന്റെ കൂടെ ചെയ്ത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത 2 സിനിമകളായിരുന്നു. 3 സിനിമകളുണ്ട്. അതിലേറ്റവും സ്വീകാര്യത കിട്ടിയത് 2 സിനിമകളാണ്. തീർച്ചയായിട്ടും സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും. അപ്പോൾ ആ 2 സിനിമ കഴിഞ്ഞപ്പോൾ മലയാള സിനിമയിലെ
ഫീൽ ഗുഡ് സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള ഒരു പദവി ജിസ്ജോയ്ക്ക് കിട്ടുകയും അത് കഴിഞ്ഞ സിനിമ ഞങ്ങളുടെ ഇന്നലെ വരെ എന്ന സിനിമയിലൂടെ അത് ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹം ട്രൈ ചെയ്തു. ഈ സിനിമയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും സിനിമയെ പറ്റി പറയാനില്ല. ഈ ട്രെയിലറും ടീസറും പാട്ടും ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു മൂഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഈ സിനിമ ഞാൻ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തിലാണുള്ളത്. രേണു ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത് എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയാം, ഇറങ്ങിയ എല്ലാ സിനിമകളും മലയാള സിനിമകളെല്ലാം തിയേറ്ററിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത്. ഇനി ഈ സിനിമയ്ക്ക് കുറച്ചു നാൾ ഓടാനുള്ള സ്ഥലവും സൗകര്യവും ഇവിടെ വേണം. അപ്പോൾ അത് കിട്ടുമെന്നും അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. എത്ര വിനീതമായ തലവൻ എന്ന നില. ബിജേട്ടന് സമ്മതിക്കോ? അത് ബിജേട്ടൻ സമ്മതിക്കോ ഈ പറഞ്ഞത്? അതിൽ സംശയം ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ വന്നേന്. അങ്ങനെ ഇത് വിളിച്ച് ചോദിക്കണം. ഓൾ ദി ബെസ്റ്റ് ആസിഫ്. പറഞ്ഞ പോലെ ഒരുപാട് നിറഞ്ഞോടാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിക്കട്ടെ. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ട്രെയിലറാണ്, ടീസറാണ്. ആകാംക്ഷയുടെ മുൾമുനയിലാണ് ഞങ്ങൾ. താങ്ക് യു. ഇനി ഞാൻ താഴേക്ക് വരാനായിട്ട് ക്ഷണിക്കുന്നത് ജിനു എബ്രഹാം, റൈറ്റർ ആൻഡ് ഡയറക്ടറെയാണ്. ജിസിൻ്റെ ഫീൽ ഗുഡ് സിനിമകളിൽ നിന്ന് ത്രില്ലർ സിനിമകളിലേക്കുള്ള മാറ്റം ആശങ്കപ്പെടുത്തുന്നതാണ് മറ്റെഴുത്തുകാരെ എന്ന് ഞാൻ ആദ്യം പറയട്ടെ. എന്തായാലും ജിസിൻ്റെ കഴിഞ്ഞ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് സൺഡേ ഹോളിഡേ. പിന്നെ ഈ സിനിമയിൽ ആസിഫ് ആണെങ്കിലും ബീച്ചേട്ടനാണെങ്കിലും അതുപോലെ സിജോ എൻ്റെ 12 വർഷമായിട്ടുള്ള ഫ്രണ്ടാണ്. എൻ്റെ ഒരു സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസറായിട്ടാണ് സിജോ സിനിമയുമായി ബന്ധപ്പെടുന്നത്. അതുപോലെ അരുണ്. അതുകൊണ്ട് എനിക്ക് ട്രെയിലർ റിയലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ സക്സസ് ആയി മാറട്ടെ തലവൻ. ഗംഭീര ഒരു ത്രില്ലറായി മാറട്ടെ. ഇനിയും ഫീൽ സാധിക്കട്ടെ. അപ്പം ട്രെയിലർ എല്ലാവരും കണ്ടു. ഇപ്പോൾ ഈ ട്രെയിലർ ഞാൻ ഇതിന് മുമ്പേ കണ്ടതാണ്. കാരണം അന്നേ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ട്രെയിലർ. അപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്ത സിനിമയാണത്. അരുൺ നായരനായാലും ജിസ്മോനായാലും ആസിഫലി ബീച്ചേട്ടനൊക്കെ ആയാലും അപ്പോൾ സിജോയ് ആയാലും. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുള്ള സിനിമയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു വലിയ വിജയമാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ടിനു. ജിസേട്ടനെ പറ്റി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഇന്ന് വരെ പരിചയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരു മാന്ത്രികത കയ്യിലുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാളും അദ്ദേഹത്തിൻ്റെ ആ ഒരു വലയത്തൊന്നും പോയില്ല. എല്ലാവരും വളരെ വളരെ സ്നേഹപൂർവ്വം കൈകാര്യം ചെയ്യാനും ഏത് രീതിയിൽ പ്രൊവോക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ കൂളാക്കാനും പ്രത്യേക ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് എന്താ പറയുക, വളരെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ തന്നെ വളരെ ഏത് സദസ്സിൽ പോയിട്ടായാലും വിജയ് സൂപ്പറിൻ്റെ പ്രൊഡ്യൂസറാണെന്ന് അഭിമാനത്തോടെ പറയാവുന്ന ഒരു സാഹചര്യം എനിക്കൊരുക്കി തന്ന ജിസിനെ ലൈഫ് ലോങ് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാതാവ് അരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജിസിൻ്റെ പോലെ തന്നെയുള്ള വേറൊരു കഥാപാത്രം. അതായത് നിർമ്മാതാക്കളിൽ വളരെ സൗമ്യൻ, എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും മലയാള സിനിമയിൽ വളരെ നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ സേവനം പല രീതിയിലും എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്നും എനിക്കറിയാം. അതുപോലെ തന്നെ ഈ ഒരു ടീം, അതായത് ജിസ്, അരുൺ നാരായണൻ, പിന്നെ ആസിഫിനെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഈ കഥാപാത്രത്തിൽ നിന്ന് വെളിയെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എവിടെ വെച്ച് എന്നെ കണ്ടാലും ചിരിച്ചിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ഇന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, ദൈവം ഈ മനുഷ്യനെ കെട്ടിപ്പിടിക്കണം. കാരണം ആ കണ്ണിലുള്ള ആ തീ ഉണ്ടല്ലോ, ഇപ്പോഴും പോലീസാണെന്ന വിചാരം. അതിൽ നിന്ന് ജിസ് അദ്ദേഹത്തിനെ ഒരു പോലീസാക്കി മാറ്റിയിട്ടുണ്ട്. അത് ആ ഒരു സംവിധായകൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഒരു കഥാപാത്രത്തിനെ റിയലായിട്ട് അവതരിപ്പിക്കുക. അത് ഇതുവരെ ഫീൽ ഗുഡ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹം നെക്സ്റ്റ് ഇതിൻ്റെ ട്രെയിലറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ കയ്യിൽ നിന്ന് പോയി, എളുപ്പമല്ല, അമ്മാതിരി ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഡേറ്റിന് വേണ്ടി ഇവരെ ഞാൻ എന്നെ വീണ്ടും വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് എല്ലാവിധ ആശംസകളും നൽകുന്ന സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 24 മണിക്കൂറും ജിസ് പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പ്രാർത്ഥന ഒരിക്കലും ദൈവം കൈവിടില്ല. എല്ലാവർക്കും നന്ദി. എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം എന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുനിലേട്ടാ. ശരിക്കും ഞങ്ങളാണ് ഇതിൻ്റെ തലവൻ.
നമസ്കാരം. നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ്. നല്ല പേടിയും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ബഹുമാനമൊക്കെ കൂടിയതുകൊണ്ടാണ് ടെൻഷനുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ മീഡിയനെയും പേടിയാണ്. ഈ ഇപ്പോഴത്തെ നമ്മുടെ സിനിമാ വ്യവസായത്തിൻ്റെ 80% കൈകാര്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളും ഫസ്റ്റ് ഷോ പോയി കണ്ടിട്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞ് അശ്വന്ത് ഗോക്കിനുൾപ്പെടെ സപ്പോർട്ട് ചെയ്യുകയും എതിർക്കുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോഴാണ്. അപ്പോൾ ആദ്യത്തേത് പ്രൊമോഷൻ പരിപാടി ആയതുകൊണ്ട് നമ്മളെന്താ പറയേണ്ടത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ്. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പരിപാടി മലയാള സിനിമയിലേക്കുള്ള ഫസ്റ്റ് ചുവടുവെപ്പാണ്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം. ഇതിൽ കൂടെ എന്നതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ സുനിലേട്ടൻ, പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള അരുൺ ചേട്ടൻ, സിജോ ചേട്ടൻ, ജിസേട്ടനാണ് ഇതിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത്. സത്യത്തിലേക്കും എല്ലാവരും ചോദിച്ച ചോദ്യമുണ്ട്. തലവൻ ജിസേട്ടനാണ്. സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ എഴുതിയ പുള്ളി വെട്ടിത്തിരുത്തി, ദേഷ്യപ്പെട്ടു, ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കി, ഞങ്ങൾ തർക്കിച്ചു. അവസാനം ഞങ്ങൾ കീഴടങ്ങി. പുള്ളി പറഞ്ഞാണ് സത്യം എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ പ്രിവ്യൂവും ഷോട്ടുകളും കാണേണ്ടി വന്നു. അത് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് അറിയാൻ ഒരുപാട് വൈകി. ഇപ്പോൾ നിങ്ങൾ കണ്ട ട്രെയിലറും ഇതൊക്കെ സത്യമാണെങ്കിലും അതിലെന്തെങ്കിലുമൊക്കെ രസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാണ്? മിസ്റ്റർ ജിസ് ജോയ്ക്കാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഞങ്ങളെ ഇരട്ട പെറ്റതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അതെ, ഒറ്റയ്ക്ക് വരാനുള്ള മടിയുണ്ടാട്ടോ. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ പാർട്ടായിട്ട് വരാൻ കഴിഞ്ഞതിൽ. കഴിഞ്ഞ വർഷം എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെയാണ് ജിസേട്ടൻ്റെ എനിക്ക് വരുന്നത്. തലവനിലേക്ക് മിയ വരണം എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഈ വർഷത്തെ മോൻ്റെ ബർത്ത്ഡേ വന്നപ്പോഴും ഞാൻ ഓർത്തു, കഴിഞ്ഞ വർഷം ജിസേട്ടൻ ഈ ദിവസമാണ് വിളിച്ചതെന്നുള്ളത്. മേ ബി ഞാൻ എല്ലാ ബർത്ത്ഡേ വരുമ്പോഴും ഞാനത് ഓർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ ജോയിൻ ചെയ്തൊരു സിനിമയായിരുന്നു. ജിസേട്ടനെ കുറേ നാളുകളായിട്ട് അറിയായിരുന്നു. ജിസേട്ടൻ്റെ പരസ്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമ ജിസേട്ടൻ്റെ ഒരു പടത്തിൽ ഒരു പാർട്ടായിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്നാലും വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. അത് ഇതുപോലത്തെ ഒരു തലവൻ എന്ന് പറയുന്ന ഒരു സിനിമ, നല്ലൊരു ടീം, ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ടോട്ടലി എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ വർക്ക് ചെയ്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും ഒരു ഫാമിലി ഒരു ഫീലിംഗ് തന്നെയായിരുന്നു അവിടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും, ഞാൻ മാത്രമായിരിക്കത്തില്ല, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ചിലവഴിച്ച ദിവസങ്ങളായിരുന്നു തലവൻ്റെ ലൊക്കേഷനിലത്തെ. അപ്പോൾ ട്രെയിലറൊക്കെ കണ്ട് എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും എല്ലാവരും കണ്ട് സിനിമ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെ ഞങ്ങൾ ഇതിനകത്ത് ആക്ട് ചെയ്തവരും വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസമാണ് ഈ പറഞ്ഞ പോലെ എന്നാണ് ഇത് റിലീസാവാൻ പോണേന്ന്. ജിസേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജിസേട്ട എപ്പോഴാണ് മറന്നുപോയോ, റിലീസ് ചെയ്യണില്ലേന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 2 മാസം കൂടുമ്പോൾ എൻ്റെ മെസ്സേജ് ജിസേട്ടന് ചെല്ലുമായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ജിസേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മൂവിയാണ്. ഒരുപാട് ആഗ്രഹിച്ച ഒരു ആളാണ് ജിസേട്ടൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്ക് കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. സോ ആ ഒരു ആഗ്രഹമാണ് ഈ ഒരു ചിത്രത്തിൽ സഫലമായിരിക്കുന്നത്. ആസിഫിക്കൻ്റെ കൂടെയാണെങ്കിലും ബിജേട്ടൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ജിസേട്ടനായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മീഡിയയുടെ സപ്പോർട്ടാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ കാണുക, നല്ല റിപ്പോർട്ട്സ് മാത്രം കൊടുക്കുക, വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. പോകരുത്, വെയിറ്റ് ചെയ്യൂ. ശങ്കരേട്ടാ, ശ്രീ ശങ്കർ രാമകൃഷ്ണൻ, അദ്ദേഹം നമ്മളോട് 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അരുൺ നാരായണൻ 26 വർഷങ്ങളിലേറെയായി എൻ്റെ അനുജനാണ്. സിനിമയിൽ യാത്ര ഒരുപാട് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അരുണിൻ്റെ സൗഹൃദത്തിൻ്റെ കണ്ണുകളിൽ പെടുന്നവരാണ് സിജോയും. ഇവിടെ ഈ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട്
നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരനായി നിൽക്കുന്ന ശ്രീ ജിസ് ജോയ്. ജിസിൻ്റെ സിനിമയിലെ ഈ എൻ്റെ വേഷം ഞാൻ ചോദിച്ചു മേടിച്ചതാണ്. അത് കാരണം മറ്റൊന്നുമല്ല, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്നൊക്കെയുള്ള നിലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആക്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും വളരെ തെറാപ്യൂട്ടിക്കാണ്. അതായത് നമ്മൾ ശരിക്കും ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോൾ പുതിയൊരു ടീമിനെ മീറ്റ് ചെയ്യാൻ, പുതിയൊരു ക്രൂവിനെ മീറ്റ് ചെയ്യാൻ, നിങ്ങളെപ്പോലെയുള്ള താരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്യാനൊക്കെ ഉള്ള വളരെ സ്വാർത്ഥമായ കാര്യങ്ങളാണ്. ഇവിടെ ഇതിനു മുമ്പ് വന്ന ടിനു പാപ്പച്ചനോടും ഒക്കെ ഞാൻ ഇതുപോലെ വളരെ സൗഹൃദപൂർവ്വം ഞാൻ ചോദിക്കാറുണ്ട് നല്ല വേഷങ്ങളുണ്ടെങ്കിൽ തരണമെന്ന്. കാരണം ഈ സിനിമ നിങ്ങൾ ഇവിടെ ഈ മുഹൂർത്തം ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്, സാധാരണഗതിയിൽ നമ്മളൊരു ട്രെയിലർ കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ്. അതിൻ്റെ മുന്നിൽ എഴുതി കാണിക്കാറുണ്ട് യൂസ് യുവർ ഇയർഫോൺസ് ഫോർ ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന്. പക്ഷേ ഈ PVR തിയേറ്ററിനുള്ളിൽ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ നമ്മളത് അർഹിക്കുന്ന എല്ലാ ടെക്നിക്കൽ ഫിനസോടും കൂടി നമുക്ക് കാണാൻ ഇവിടെ വേദി ഒരുക്കിയ ജിസ്സിനും അരുൺ നാരായണനും അതുപോലെ സിജോയ്ക്കും നിങ്ങൾ ചെയ്തത് ഇതിൻ്റെ ടെക്നീഷ്യൻസിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ആദരവാണ്. ശരൺ വേലായുധൻ, അദ്ദേഹത്തിൻ്റെ പേരിവിടെ പറയേണ്ടതുണ്ട്. മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ഒരു ഛായാഗ്രാഹകനെ കൂടി ജിസ് ജോയ് നമുക്ക് സമ്മാനിക്കുന്നു, ശരൺ വേലായുധൻ. അതുപോലെ സൂരജ്, ഞാൻ ഒരു നടൻ എന്നുള്ള നിലയിൽ വന്നത് പറയേണ്ട കാര്യമില്ല. സൂരജിൻ്റെ എഡിറ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ജിസ് അത് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, ഒരുപാട് തവണ ക്ഷമാപൂർവം സൂരജിനോടൊപ്പം സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്കിതിൻ്റെ ട്രെയിലേഴ്സിലും ടീസറിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പേരെടുത്ത് പറയേണ്ടതാണ്, ഇവിടെ സാന്നിധ്യം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ദീപക് ദേവിൻ്റെ ഒരു മ്യൂസിക് ഇങ്ങനെ ഒരു സിനിമയുടെ കഥയ്ക്ക് എത്രത്തോളം നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നു എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. സിമിലർലി രംഗനാഥ് രവി, ഇതിൻ്റെ ശബ്ദ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രംഗനാഥ് രവിയാണ്. അരുൺ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. കാരണം നിങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന സിനിമകളിലെ ഒരു ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അത് ഞാൻ കണ്ടതാണ്. തലശ്ശേരി ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ്. ഏറ്റവും മികച്ച ഭക്ഷണം സെറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആസിഫ് പല ദിവസങ്ങളും ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഇത് 2 മണിക്കൂർ അവിടുത്തെ ഏറ്റവും അവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടൊക്കെയാണ് പലപ്പോഴും ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നത്. അതുപോലെ ഇവിടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനാവുന്ന പ്രിയപ്പെട്ട ബിചേട്ടൻ, നിങ്ങളെല്ലാവരും തന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ടതുണ്ട്. എനിക്കറിയാം അത് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അതൊരു OTT പ്ലാറ്റ്ഫോമിലേക്കോ ഒക്കെ നമ്മൾ കാണുമായിരിക്കാം. പക്ഷേ കേവലം 5 മാസങ്ങൾ കൊണ്ട് ഇന്ത്യ ഒട്ടാകെ നോക്കുന്നത് കേരളത്തിലേക്കാണ്, കേരളത്തിലെ തിയേറ്ററുകളിലേക്കാണ്. അപ്പോൾ നമുക്ക് വരവേൽക്കാം തലവൻ്റെ പിറകിലുള്ള ഈ അണിയറ ശില്പികളെ. നന്ദി ആസിഫ്, നന്ദി. ഈ സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു വലിയ കഥാപാത്രത്തിനെ എടുത്തു വച്ചിരിക്കുന്ന ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോ സിനിമയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൊരുതി നേടിയ വിജയം തന്നെയാകും തലവൻ. പോരുത് ശങ്കരേട്ട. എല്ലാവരെയും ഇതിലെ ടെക്നീഷ്യൻസിനെ, അഭിനേതാക്കളെ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഈ സിനിമയുടെ ഭാഗമായ എല്ലാ ടെക്നീഷ്യൻസും അഭിനേതാക്കളും ദയവേത് താഴേക്ക് വരണം. ഇവിടെ എല്ലാവർക്കും മുന്നിലേക്ക്, ഇതിൽ അഭിനയിച്ച എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും വരണം. അതുപോലെ തന്നെ ശരൺ വേലായുധൻ്റെ കാര്യം ശങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പിളി, സൗദി, വെള്ളയ്ക്ക ഒക്കെ പോലെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള മൂവീസ് ചെയ്യുന്ന ഒരാളാണ്. ഈ സിനിമയിൽ ജിസേട്ടനും കൂടെ വർക്ക് ചെയ്ത എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ടതാണെന്ന്. അതുകൊണ്ട് 2 വാക്ക് സംസാരിക്കാനായി ഞാൻ ശരണിനെയും ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ഈ ഒരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ ഈ ഒരു ജേർണി ഇവിടെ എത്തി നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജിസേട്ടൻ പറഞ്ഞ പോലെ ഈ ത്രൂ ഔട്ട് ദ ഫിലിം ഒരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. അത് ഇനിയുള്ള പ്രോസസ് സിജ ചേട്ടൻ, ആസിഫിക്ക, ബിജു ചേട്ടൻ, ആക്ച്വലി മിയ, അനുശ്രീ, അടിപൊളി ടീം. ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ ഇങ്ങനെ അറിയില്ല, അതുകൊണ്ടാണ് ഇന്ന് പരുങ്ങുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു. ഈ ഒരു സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇവരൊക്കെയാണ്. ജിസേട്ടാ, സിനിമാറ്റോഗ്രഫിയാണ്. എഡിറ്റിംഗ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഗ്രേഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിജുവേട്ടനും ആസിഫും ഒരു ദിവസം രാത്രി 11 മണിയായപ്പോൾ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ വന്നിട്ട് സിനിമ കണ്ടു.
ഭയങ്കരമായിട്ട് സിനിമാറ്റോഗ്രാഫറെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ശരണിനെ ഞാൻ ഈ സിനിമയിലേക്ക് വിളിച്ചത്. കാരണം ശരൺ വരുന്ന എല്ലാ വർക്കുകളും ചെയ്യുന്നില്ല, വളരെ സെലക്റ്റീവായിട്ടാണ് പടം കമ്മിറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ സൗദി വെള്ളമൊക്കെ കണ്ടാലും അമ്പിളി കണ്ടാലും പാച്ചുവും അത്ഭുത വിളക്കും ഒക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പടത്തിൽ ജോയിൻ ചെയ്യുന്നത്. ഇതുവരെ അടുത്ത സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുമില്ല. അങ്ങനെ വളരെ സൂപ്പർ സെലക്റ്റീവ് ആയിട്ടുള്ള ക്യാമറ. ഒരുപാട് സന്തോഷമുണ്ട് ശരൺ ഈ പടം ചെയ്തതിൽ. അതുപോലെ സൂരജ് എഡിറ്റർ ഏറ്റവും കൂടുതൽ എന്നോട് ക്ഷമ കാണിച്ച ആളാണ്. ഒരു സമയത്ത് പോലും ഞാൻ ആലോചിക്കുന്നത് ഭയങ്കരമായൊരു പേഷ്യൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ക്ഷമയാണെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ എന്നേക്കാൾ ക്ഷമയുള്ള ഒരാളാണ്. കാരണം എത്രയോ ദിവസങ്ങൾ രാത്രിയും പകലും ഇരുന്ന് മാറ്റിയും മറിച്ചും ഷഫിൾ ചെയ്തും ഒക്കെ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് പോലും ഇറിറ്റേറ്റഡ് ആവാതെ കൃത്യമായ നിലപാടുകൾ തുറന്നു പറഞ്ഞ് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച നമ്മുടെ വെള്ളിമൂങ്ങ പോലത്തെ സൂപ്പർ ഹിറ്റ് സിനിമയുടെ എഡിറ്ററാണ് സൂരജ്. സൂരജ് ഒന്ന് കൈവക്കിയാൽ മനസ്സിലാവും. ഓക്കെ. അതുപോലെ പറയാനാണെങ്കിൽ ഇവിടെ എല്ലാവരും ഒരുപാട് ആനന്ദ് ബാലുണ്ട്, എല്ലാവരും അനിരൂപുണ്ട്. ഇദ്ദേഹത്തെ അറിയാലോ നമുക്ക്, പ്രത്യേകിച്ച് പറയേണ്ട നന്ദനുണ്ടി ഉണ്ട്. ഇങ്ങനെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇദ്ദേഹത്തെ അറിയാലോ, നേരത്തെ എത്തിയായിരുന്നു. ഇതിന് വലിയൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബാക്കിൽ മറഞ്ഞപ്പോണ്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, പിന്നെ വിഷ്ണു PC, നമ്മുടെ മനോഹരമായിട്ട് അറ്റ്മോസ് മിക്സ് ചെയ്ത ആള് ബാക്കിൽ ഒളിഞ്ഞു നിൽക്കുകയാണ്. ഒന്ന് വാ, ഇങ്ങനെയൊക്കെയല്ലേ മുഖം കാണാൻ പറ്റുള്ളൂ. എത്രയോ വലിയ പടങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച അറ്റ്മോസ് മിക്സിന്റെ ആളാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ആരുടെയെങ്കിലൊക്കെ പേര് ഇങ്ങോട്ട് വിളിക്കാനോ ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾ കൊണ്ട് പറ്റാവുന്ന അത്രയും മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മുമ്പിലിരിക്കുന്നവരോട് ചോദിച്ചോട്ടെ, ഓക്കെ ആണോ? താങ്ക് യു. ഓക്കെ ആണല്ലോ അല്ലേ? മതി. ഓക്കെ. അപ്പോൾ എന്തായാലും 24-ാം തീയതി വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാണ് സിനിമ. ഞങ്ങളുടെ ഒരു 1.5 വർഷത്തെ പ്രയത്നമുണ്ട്, എല്ലാ സിനിമയ്ക്കുമുള്ള പോലെ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാള സിനിമയ്ക്ക് വളരെ വലിയൊരു സുവർണ്ണ കാലഘട്ടമാണെന്നാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. തീർച്ചയായിട്ടും അത് എല്ലാ സിനിമയ്ക്കും സംഭവിക്കട്ടെ. ഇപ്പം ഗുരുവായൂരമ്പല നടയിലും സുമേഷും സുമലത ഇറങ്ങുന്നുണ്ട്. ഫ്രൈഡേ ഗൂ എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം മണിയമ്പല രാജചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടൊരു ഹൊറർ ചിത്രം ഫ്രൈഡേ തിയേറ്ററിൽ വരുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സിനിമകളും അർഹിക്കുന്ന വിജയം നേടാനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സിനിമകൾക്കൊപ്പം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാവരും ഞങ്ങൾ വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇങ്ങനൊരു പ്ലാൻ ഇതാക്കിയത്. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക പ്രസൻസ് കൊണ്ട് അത് ഞങ്ങളെല്ലാവരും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുണ്ട്. തീർച്ചയായും. കാരണം ഒരു 1.5 വർഷം മുമ്പ് അരുൺ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനൊരു പ്രൊജക്റ്റ് ഉണ്ട്, നമുക്ക് ചെയ്താലോ? അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു ദിവസം വിളിച്ചു, പൂജയ്ക്ക് വരണം. പൂജയ്ക്ക് വന്നു, ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. പിന്നെ പാക്കപ്പിന് വരണം, ഒരാഴ്ച വന്നു. അങ്ങനെ ഒരു 2-3 ഹോളിഡേയ്സ് ആയിട്ട് ഞാൻ വന്നു പോയതല്ലാതെ എനിക്ക് യാതൊരു ടെൻഷൻ തരാതെ നല്ല രീതിയിൽ ഈ പടം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പ്രൊഡ്യൂസർ എന്നുള്ളൊരു ലേബൽ ഉണ്ടാക്കി തന്നു. ഇനി അതൊരു നല്ല വിജയിച്ച പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആകാനുള്ളൊരു ഭാഗ്യം കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒരു ചെറിയ സ്വാതന്ത്ര്യം വേണം. എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അരുണിൻ്റെയും ആസിഫിൻ്റെയും സാന്നിധ്യത്തിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് ഒരു നീതികേടാവും. മൃദുൽ ഈ കൂട്ടത്തിലുണ്ട്. ചങ് ബ്രോ ആണ് അവൻ. ഇവരുടെ സിനിമകളുടെ എല്ലാത്തിൻ്റെയും പുറകിൽ അവൻ എല്ലാ കാലവും അവൻ ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ ശരിക്കും മൃദുൽ നായർ എന്ന സംവിധായകനെ ഈ വേദിയിലേക്ക് അരുൺ ആ സ്വാതന്ത്ര്യം. അപ്പോൾ ജിസേട്ടനും ആസിഫിനും ബിച്ചേട്ടനും അരുണിനും എല്ലാവർക്കും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും വെരി ഓൾ ദ ബെസ്റ്റ്. ജിസേട്ടൻ്റെ അടുത്ത മൺഡേ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പടത്തിൽ എന്നെ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി മീൻ അഭിനയിക്കുന്ന ജിസേട്ടനെ അറിയാം. സോ ജിസ് ജോയ് ആൻഡ് ഹിസ് ചോയ്സ്. 30 സെക്കൻഡ്സ് പോലും എനിക്ക് ആവശ്യമില്ലെന്ന്. ഒരു കാര്യം കൂടി ഈ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ചമൻ ചാക്കോ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹമാണ് 2018 എഡിറ്റ് ചെയ്ത ആളാണ്. അദ്ദേഹമാണ് ഈ സിനിമയുടെ ട്രെയിലർ എഡിറ്റ് ചെയ്തത്. സോ ചമൻ ചാക്കോ, താങ്ക് യു സോ മച്ച്. നമ്മൾ ആ ട്രെയിലർ ഒരിക്കൽ കൂടി കാണുകയാണ്. അതിനുശേഷം ഇവരോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കുറച്ച് സമയമുണ്ട്. നമുക്ക് ആ ട്രെയിലർ ഒന്നും കൂടെ കാണാം. അപ്പോൾ ഇവർ സീറ്റിലേക്ക് പോവുകയാണോ? നമുക്ക് സീറ്റിലേക്ക് പോയിട്ട് ട്രെയിലർ ഒന്നും കൂടി കാണാം. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ ചോദ്യോത്തര വേളയിലേക്ക് കടക്കാം. താങ്ക് യു.